സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് വിജയ് കേഡിയുടെ വാക്കുകൾ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വിജയ് കേഡിയുടെ 14-ാമത്തെ വയസ്സിൽ തന്നെ പിതാവ് മരണപ്പെടുന്നു. തൻ്റെ കഠിനാധ്വാനം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സമ്പന്നനായ വിജയ് കേഡിയ തൻ്റെ വിജയവഴികൾ മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിസിനസ്സായി കാണണമെന്നാണ് വിജയ് കേഡിയ പകർന്നു നൽകുന്ന ഒന്നാമത്തെ പാഠം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ താനൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെന്നും താനൊരു ബിസിനസ് പഠിക്കുകയാണെന്നും പറഞ്ഞു മനസ്സിലാക്കുക. ബിസിനസ്സിൽ ഒറ്റ രാത്രി കൊണ്ട് കോടിപതിയാവാനാവില്ലെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ സമയമെടുക്കുമെന്നും മനസ്സിലാക്കുക. നമ്മൾ പെട്ടെന്ന് പണക്കാരനാകുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നഷ്ടപ്പെടുന്നത്. ഉദാഹരണമായി വിജയ് കേഡി പറയുന്നു, റോം നഗരം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല, എന്നാൽ ഹിരോഷിമ നാഗസാക്കി നശിച്ചത് ഒരു ദിവസം കൊണ്ടാണെന്നും വിജയ് കേഡി പറയുന്നു. വിജയ് കേഡിയുടെ രണ്ടാമത്തെ പാഠം സാധാരണക്കാർക്കുള്ളതാണ്. താനൊരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ തൻ്റെ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് വിജയ് കേഡി ഷെയർ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതിരിക്കുക. നമുക്ക് വീട്ടു ചിലവിനും മറ്റു ചിലവുകൾക്കും മറ്റൊരു വരുമാനം, അതായത് ഒരു പാരലൽ ഇൻകം കണ്ടെത്തണമെന്നാണ് വിജയ് കേഡി പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലാഭം എടുക്കേണ്ടതായി വരില്ലെന്നും ഒരുപാട് വലിയ നേട്ടങ്ങൾ നേടാനാവുമെന്നും വിജയ് കേഡി പറയുന്നു. ഇവിടെ ഒരു ബാംബു ട്രീയുടെ തിയറി അദ്ദേഹം വ്യക്തമാക്കുന്നു. ബാംബു ട്രീയുടെ വിത്ത് 4 വർഷം വരെ അത് മണ്ണിൽ നിന്നും മുളക്കാതെ നിൽക്കുകയും 4-4.5 വർഷമാവുമ്പോൾ അത് വളരാൻ തുടങ്ങുകയും വളരെ പെട്ടെന്ന് തന്നെ 40-50 ഫീറ്റ് ഉയരത്തിൽ വളരുകയും ചെയ്യുന്നു. നിങ്ങളുടെ കൈവശമുള്ള ഷെയർ 4 വർഷം വലിയ വളർച്ചയില്ലെങ്കിലും അത് വളരാൻ തുടങ്ങിയാൽ 4 വർഷത്തെ വളർച്ച അത് 1 വർഷം കൊണ്ട് കൈവരിക്കുകയും ചെയ്യുന്നു. വിജയ് കേഡി പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സ്മൈൽ സ്ട്രാറ്റജിയാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഇവിടെ സ്മൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോൾ ഇൻ സൈസ്, മീഡിയം ഇൻ എക്സ്പീരിയൻസ്, ലാർജ് ഇൻ ആസ്പിറേഷൻ, എക്സ്ട്രാ ലാർജ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. ഇദ്ദേഹം മിഡ് ക്യാപ് സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹം പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ്. മാനേജ്മെൻറ്റിന് മീഡിയം എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതായത് 15 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള കമ്പനികളിലാണ് വിജയ് കേഡിയ ഇൻവെസ്റ്റ് ചെയ്യാറ്. മാനേജ്മെൻറ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ 2-3 തവണ ഡൗൺ ഫാളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. ഇത് മാനേജ്മെൻറ്റിനെ ശക്തിപ്പെടുത്തുന്നതിനും പക്വത ആർജിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. താൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ഇന്ത്യയിലെ തന്നെ മികച്ച കമ്പനികളിലൊന്നോ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ മികച്ച കമ്പനികളിലൊന്നോ ആയി മാറുമോ എന്നും വിജയ് കേഡിയ ശ്രദ്ധിക്കാറുണ്ട്. താൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി മില്യൺസോ ട്രില്യൺസോ ഉണ്ടാക്കിയാൽ മാത്രമേ കമ്പനിയുടെ ഭാഗമായ തനിക്ക് മില്യൺസ് ഉണ്ടാക്കാൻ കഴിയൂ എന്നതാണ് വിജയ് കേഡിയുടെ വാദം. നാലാമതായി വിജയ് കേഡി പറയുന്നത്, സംടൈംസ് യു ഹാവ് ടു ബി ആക്റ്റീവ്, സംടൈംസ് യു ഹാവ് ടു ബി സെലക്റ്റീവ്, സംടൈംസ് യു ഹാവ് ടു ബി ഇൻആക്റ്റീവ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ഇൻആക്ടിവിറ്റി ഓൾസോ ഈസ് ആൻ ആക്ടിവിറ്റി. സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സമയത്ത് നമ്മൾ ഇൻആക്റ്റീവായി നിൽക്കേണ്ടതായിട്ടും വരുമെന്നതാണ് വിജയ് കേഡി പറയുന്നത്. എല്ലാ സമയത്തും സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി നിൽക്കാതെ ചില സമയങ്ങളിൽ നമുക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയും വരും. എന്നാൽ ഈ മാറി നിൽക്കുന്നതും ഒരു ആക്ടിവിറ്റിയാണ് എന്നതാണ് വിജയ് കേഡിയുടെ വാദം. അഞ്ചാമതായി വിജയ് കേഡി പഠിപ്പിക്കുന്ന പാഠം, ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റീസണബിളായ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ 100 മടങ്ങോ 500 മടങ്ങോ വളർന്നാലും നമുക്ക് വലിയ ലാഭം ഉണ്ടാവില്ല എന്നതാണ്. എന്നാൽ ഷെയർ മാർക്കറ്റ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്നും ഈ വാൾ കൊണ്ട് എവിടെ ജോലി ചെയ്യണമെന്നും എവിടെ വെട്ടണമെന്നും പഠിക്കണമെന്നും വിജയ് കേഡിയ ഒരു കഥയിലൂടെ വ്യക്തമാക്കുന്നു. ഒരു സ്ഥലത്ത് ഒരു വലിയ മെഷീൻ കേടാവുകയും വലിയ എഞ്ചിനീയേഴ്സ്, ക്വാളിഫൈഡായ ആളുകൾ വന്നു നോക്കിയിട്ടും മെഷീൻ ശരിയായില്ല. എന്നാൽ ആ നാട്ടിലെ സാധാരണക്കാരനായ ഒരാൾ അതുവഴി വരികയും എന്തു പറ്റിയെന്ന് അന്വേഷിക്കുകയും താൻ ഇത് ശരിയാക്കാമെന്ന് പറയുകയും മെഷീനിന്റെ ചുറ്റും നടക്കുകയും തൻ്റെ കയ്യിലുള്ള ചുറ്റിക കൊണ്ട് ഒരു സ്ഥലത്ത് മെഷീനിനെ അടിക്കുകയും ചെയ്യുന്നു. വലിയ എഞ്ചിനീയേഴ്സ് വന്നിട്ടും ശരിയാവാത്തത് ഈ ഒരു സാധാരണക്കാരൻ ശരിയാക്കിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. തുടർന്ന് ഇദ്ദേഹം തൻ്റെ ഫീ ആവശ്യപ്പെടുന്നു. 10,000 രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ചുറ്റിക കൊണ്ട് ഒന്ന് അടിച്ചതിന് 10,000 രൂപയാണോ എന്ന് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ചുറ്റിക കൊണ്ട് അടിക്കുന്നതിന് 1
രൂപയും ബാക്കി 9,999 രൂപ ചുറ്റിക കൊണ്ട് എവിടെ അടിക്കണമെന്നുള്ള അറിവിനാണെന്നും അദ്ദേഹം പറയുന്നു. ഈ കഥയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധമുണ്ടെന്നും നമ്മുടെ കയ്യിലുള്ള നോളജ് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയണമെന്നും വിജയ് ഖേഡിയ പറയുന്നു. ആറാമതായി വിജയ് ഖേഡിയ പഠിപ്പിക്കുന്ന പാഠം തൻ്റെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കണമെന്നതാണ്. നമ്മുടെ ചില തെറ്റുകളിൽ നിന്നും നമുക്ക് ചില ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനാവുമെന്നാണ് വിജയ് ഖേഡിയ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് ആയ സ്റ്റോറികൾ പഠിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ഫെയിലിയേഴ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണമെന്നും ഫെയിലിയർ സ്റ്റോറികളിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യരുതെന്ന് പഠിക്കാൻ കഴിയുമെന്നും വിജയ് ഖേഡിയ പറയുന്നു. നമുക്ക് നമ്മുടെ കൈ പിടിച്ച് പഠിപ്പിച്ചു തരുന്ന കാലം കഴിഞ്ഞുവെന്നും നമ്മൾ മറ്റുള്ളവരുടെ മിസ്റ്റേക്കിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം മിസ്റ്റേക്കിൽ നിന്നോ കാര്യങ്ങൾ പഠിച്ച് മുന്നേറണമെന്നും വിജയ് ഖേഡിയ പറയുന്നു. ഏഴാമതായി വിജയ് ഖേഡിയ പറയുന്നത് താൻ എങ്ങനെയാണ് സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് എന്നതാണ്. താൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് സൺറൈസ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. എന്തു മാറ്റമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പരിശോധിക്കുന്നു. തൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യയിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചാണെന്നും അതുമായി ബന്ധപ്പെട്ട നല്ല കമ്പനികൾ കണ്ടെത്തുകയും ആ കമ്പനികളിൽ 5 മുതൽ 10 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് തൻ്റെ രീതിയെന്നും വിജയ് ഖേഡിയ പറയുന്നു. എട്ടാമതായി വിജയ് ഖേഡിയ ഒരു ഉപദേശമാണ് തരുന്നത്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ബിസിനസ് ആണെന്നും നമ്മൾ വലിയ പ്രൊഫഷണൽസുകൾ അല്ലെങ്കിലും നമുക്ക് ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ലെന്നും വിജയ് ഖേഡിയ പറയുന്നു. എന്നാൽ ഡിസിപ്ലിൻ ഈ ബിസിനസ്സിൽ അത്യാവശ്യമാണ്. പെട്ടെന്ന് കോടീശ്വരനാകാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ CA ആവണമെങ്കിൽ പഠിക്കുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റും സമയമെടുത്ത് പഠിക്കേണ്ട ഒന്നാണെന്ന് വിജയ് ഖേഡിയ പറയുന്നു.